ഒരു 3 ഡേ മേഘാലയ ഐറ്റിനറി ആയാലോ? ഡേ 1 ഗുവാഹട്ടിയിൽ നിന്നും ഒരു സൂം കാർ എടുത്തു. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറി ബ്ലോസം സീസൺ ആയതുകൊണ്ട് ഷില്ലോങ്ങിലെ വാട്സ് ലേക്കിൽ കയറി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നേരെ ചിറാപ്പുഞ്ചി. പണ്ട് സോഷ്യൽ ടെക്സ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതായിരുന്നു വലുതാകുമ്പോൾ ഇവിടുത്തെ വാട്ടർഫോൾസ് ഒക്കെ ഒന്ന് വന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ 7 സിസ്റ്റേഴ്സ് ഫോൾസ്, നൊക്കാലിക്കൽ, പിന്നെ പേരറിയാത്ത കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. എല്ലാം ഒന്നിനൊന്നിൽ മെച്ചം. നൊക്കാലിക്കൽ പോകുമ്പം അവിടെ ഒരു കഫേ ഉണ്ട്. അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റും. ഞങ്ങൾ ഡിസംബറിലായിരുന്നു പോയത്, അതുകൊണ്ട് വെള്ളം കുറവായിരുന്നു. പിന്നെ രാത്രി സൊഹ്റയിൽ റൂം എടുത്തു. ഡേ 2 നോൺഗ്രിയേറ്റ് വില്ലേജിലുള്ള ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ്, ബ്ലൂ ലഗൂൺ ഫോൾസ്, റെയിൻബോ ഫോൾസ് എല്ലാം കണ്ടു. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇതെല്ലാം തിരക്കില്ലാതെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. സൊഹ്റയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയുള്ള ടിർന വില്ലേജിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 3 വാക്കിൻ വില്ലേജിനടുത്തുള്ള ബാംബു ട്രക്ക് ചെയ്തു. കാറും ബൈക്കും പാർക്ക് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. തിരക്കും വെയിലും ഒഴിവാക്കാൻ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം എൻട്രി ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്ഡ് ആയിരുന്നു. ടിക്കറ്റ് തിരിച്ച് വന്നിട്ടാണ് എടുത്തത്. ഒരു മണിക്കൂറിൽ വ്യൂ പോയിന്റ് എത്താൻ പറ്റും. പേര് പോലെ തന്നെ ഫുൾ ട്രക്കിംഗ് ട്രെയിൽ ബാംബു യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ചെറിയ നല്ല അഡ്വഞ്ചറസ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം: നെറ്റ്വർക്ക് കുറവായത് കാരണം ഓഫ്ലൈൻ മാപ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പെട്രോൾ പമ്പ്സും കുറവാണ്, സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം.